Hi, welcome to Flash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ AAC ഫോർ ലിറ്ററേച്ചേഴ്സിലെ ദ സൈലന്റ് ചൈൽഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. റേച്ചൽ ഷെൻഡൻ എഴുതി ക്രിസ് ഓവർട്ടൺ ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ്. ഓസ്കാർ അവാർഡ് ഉൾപ്പെടെയുള്ള പല പുരസ്കാരങ്ങൾ നേടിയ ഈ ഷോർട്ട് ഫിലിമിനകത്ത് ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ അഥവാ ഭിന്നശേഷിക്കാരായ ആളുകൾ സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിന്റെ ഒരു സമ്മറിയും ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ സമ്മറി നോക്കാം. ദ സൈലന്റ് ചൈൽഡ് ഫോളോസ് എ സാഡ് സ്റ്റോറി ഓഫ് ലിബി, എ 6-year-old ഗേൾ ബോൺ പ്രൊഫൗണ്ട്ലി ഡെഫ്. ലിബി എന്നു പേരുള്ള 6 വയസ്സായ പെൺകുട്ടിയുടെ ദുഃഖകരമായ കഥയാണ് ഈ ഷോർട്ട് ഫിലിമിനകത്ത് അവതരിപ്പിക്കുന്നത്. ഈ കുട്ടി ജന്മനാ തന്നെ ഡെഫ് അല്ലെങ്കിൽ കേൾവിയില്ലാത്ത ഒരു വ്യക്തിയാണ്. She lives in a world of silence and isolation as people in her family neglect her. ഇനി ഈ കുട്ടി ചെറുപ്പം മുതൽ തന്നെ ഒറ്റപ്പെട്ട നിശബ്ദമായ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടിയാണ് എന്നുള്ളൊരു പരിഗണനയൊന്നും ആ കുട്ടിയുടെ വീട്ടുകാർ അവൾക്ക് കൊടുക്കുന്നില്ല. They are all busy with their careers and things, leaving Libby in a world of her own. അപ്പോൾ അവരെല്ലാവരും തന്നെ അവരുടെ കരിയർ, അവരുടെ ജോലി, അതുപോലെ തന്നെ അവരുടെ സിബിലിങ്സിനാണെങ്കിൽ അവരുടെ പഠിപ്പ്, അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് ബിസിയാണ്. ഈ കുട്ടിയെ ആരും ശ്രദ്ധിക്കാതെ അവളെ അവളുടെ ഒരു ലോകത്ത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. They believe that lip reading is sufficient for her to communicate, but do not make any effort to engage with her meaningfully. അപ്പോൾ അവർ കരുതുന്നത് ഈ കുട്ടിക്ക് ലിപ്പ് റീഡിങ് ചെയ്തതുകൊണ്ട് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ആളുകൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ലിപ്പ് മൂവ്മെന്റ് നോക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടി മനസ്സിലാക്കിക്കോളും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു ലിപ്പ് റീഡിങ് സ്കില്ല് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രാക്ടീസ് ആ കുട്ടിക്ക് നേടണം. അതിനുവേണ്ടി ഇവർ ആ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവണം. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ അവർ ചെയ്യുന്നുമില്ല. ദിസ് ചേഞ്ചസ് വെൻ ജോവാൻ, എ കൈൻഡ് ആൻഡ് ഡിറ്റർമിൻഡ് സോഷ്യൽ വർക്കർ, എൻഡേഴ്സ് ലിബീസ് ലൈഫ്. അപ്പോൾ ലിബിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നത് ജോവാൻ എന്നു പേരുള്ള ഒരു സോഷ്യൽ വർക്കർ ഈ കുട്ടിയെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വോളണ്ടിയർ ആയിട്ട് ഇവരുടെ വീട്ടിലേക്ക് വരുന്നതോട് കൂടിയിട്ടാണ്. അപ്പോൾ കുട്ടിയുടെ വീട്ടുകാർ വിചാരിക്കുന്നത് ഇവൾക്ക് ഇപ്പോൾ 6 വയസ്സായി, സ്കൂളിൽ ചേർക്കാനുള്ള പ്രായമായി, സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് അതിനുവേണ്ടി അവളൊന്ന് പ്രിപ്പയർ ചെയ്യുക, ഒന്ന് കോൺഫിഡൻ്റ് ആക്കുക എന്നുള്ള കാര്യമാണ് ഈ ജോവാനോട് അവർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ജോവാൻ ഇൻട്രൊഡ്യൂസസ് ലിബി ടു ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ്, ഓപ്പണിംഗ് അപ്പ് എ ന്യൂ വേൾഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ ദ യങ് ഗേൾ. അങ്ങനെ ജോവാൻ ഈ കുട്ടിക്ക് സൈൻ ലാംഗ്വേജും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നമ്മൾ ആംഗ്യ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതുവരെ ആരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന കുട്ടി ആദ്യമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആരംഭിക്കുന്നു. ലിബി ക്വിക്ക്ലി ലേൺസ് ആൻഡ് ത്രൈവ്സ്, ഫോമിങ് എ ക്ലോസ് ബോണ്ട് വിത്ത് ജോവാൻ. അങ്ങനെ ഈ സോഷ്യൽ വർക്കർ ജോവാനുമായിട്ട് ഈ കുട്ടി വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടാക്കുകയാണ്. സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ജീവിതത്തിൽ ഇതുവരെ ആരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ഈ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഇത് വളരെ പോസിറ്റീവായിട്ടൊരു ചേഞ്ച് ആയിട്ട് മാറുന്നു. ടു ദിസ് കണക്ഷൻ ലിബി എക്സ്പീരിയൻസസ് ജോയ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അങ്ങനെ ആ കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് സന്തോഷിക്കുകയും തന്നെ ഒരാൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ആ കുട്ടിക്ക് ലഭിക്കുകയും ചെയ്യുന്നു. However, her progress is met with resistance from her family, especially her mother Sue, who is uncomfortable with Joan's influence and insists that Libby focus solely on lip reading to integrate into a mainstream school. പക്ഷെ ഈ സന്തോഷം അധികകാലം നീണ്ടു നിൽക്കുന്നില്ല. ഈ കുട്ടിയുടെ അമ്മ പറയുന്നത് കുട്ടിക്ക് ഇങ്ങനെ സൈൻ ലാംഗ്വേജ് ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്. കാരണം ഈ കുട്ടി മാത്രം സൈൻ ലാംഗ്വേജ് പഠിച്ചാൽ പോരാ, ഈ സൈൻ ലാംഗ്വേജ് അറിയുന്ന ആളുകളുമായിട്ടാണ് ഈ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയുടെ വീട്ടുകാരും ഈ ഒരു സൈൻ ലാംഗ്വേജ് പഠിച്ചാലാണ് കുട്ടിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. അതിനൊന്നും അവർ തയ്യാറല്ല. കുട്ടിയെ സാധാരണ ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കാനാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് സൈൻ ലാംഗ്വേജ് ഒന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവളെ ലിപ്പ് റീഡിങ് പഠിപ്പിച്ചാൽ മതി എന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. As the story unfolds, it is revealed that Libby is a result of an extramarital affair and her biological grandfather was also deaf, a detail Sue kept hidden. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു അവിഹിത ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള കുട്ടിയാണെന്നുള്ള വിവരം ജോവാൻ തിരിച്ചറിയുന്നു. ഈ കുട്ടിയുടെ ഗ്രാൻഡ് മദറാണ് ജോവാനോട് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ യഥാർത്ഥ ഗ്രാൻഡ് ഫാദർ ഇതുപോലെ തന്നെ കേൾവിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ പാരമ്പര്യമായിട്ടായിരിക്കും ഈ കുട്ടിക്ക് ഇത് വന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ള കാര്യമൊക്കെ ജോവാൻ തിരിച്ചറിയുന്നു.
പക്ഷേ ഈ ഒരു കാര്യമൊന്നും ജോവാന്റെ അടുത്ത് കുട്ടിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദിസ് സീക്രസി റിഫ്ലെക്ട്സ് ദി ഫാമിലീസ് ഡീപ് സീറ്റഡ് ഡിനയൽ ആൻഡ് ലോ എക്സ്പെക്ടേഷൻസ് ഫോർ ലിബീസ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കുട്ടിയെ വീട്ടിലുള്ള ആളുകൾ ആരും പരിഗണിക്കുന്നില്ല, അവഗണിക്കുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പിറകിലുള്ള കാരണം ഇതായിരിക്കുമെന്ന് ജോവാൻ മനസ്സിലാക്കുന്നു. Despite Joanne's advocacy for BSL and her offer to continue supporting Libby as a classroom interpreter, the family dismisses her and halts Libby's lessons. അപ്പോൾ ജോവാൻ പറയുന്നു, ഇങ്ങനെ ഈ കുട്ടിയെ മറ്റുള്ള കുട്ടികളുടെ കൂടെ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അവിടെ പഠിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ കുട്ടിക്ക് സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല സ്കൂളിലുള്ള ബാക്കിയുള്ള കുട്ടികൾക്ക് സൈൻ ലാംഗ്വേജ് അറിയാത്ത കാരണം കൊണ്ട് കുട്ടിയുടെ കൂടെ ഒരു ഇന്റർപ്രറ്റർ വേണം. നമ്മൾ പരിഭാഷകർ എന്നൊക്കെ പറയുന്നത് പോലെ കുട്ടി സൈൻ ലാംഗ്വേജിലൂടെ പറയുന്ന കാര്യങ്ങൾ മറ്റു കുട്ടികൾക്ക് ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്റർപ്രറ്റർ വേണം. അങ്ങനെയാണ് ഈ കുട്ടിക്ക് പതുക്കെ പതുക്കെ മറ്റുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും മറ്റുള്ള ആളുകൾക്കും ഇതുപോലെ സൈൻ ലാംഗ്വേജ് പഠിക്കാനും സാധിക്കുള്ളൂ എന്നൊക്കെയാണ് ജോവാൻ പറയുന്നത്. പക്ഷെ കുട്ടിയുടെ ഫാമിലി ഈ ആശയങ്ങളൊക്കെ തള്ളിക്കളയുന്നു. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അവൾ ലിപ് റീഡിങ് ചെയ്തുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്നത് മനസ്സിലാക്കിക്കോളും, അതല്ലാതെ മറ്റുള്ള ആളുകൾ അവൾക്ക് വേണ്ടിയിട്ട് ഈ സൈൻ ലാംഗ്വേജ് പഠിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. അങ്ങനെ ഇനി ജോവാന്റെ സേവനം ഇവിടെ ആവശ്യമില്ല, ഞങ്ങൾ എന്തായാലും കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കാൻ പോവുകയാണെന്ന് അവർ പറയുന്നു. ഓൺ ലിബീസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ, ദ കോൺസിക്വൻസസ് ഓഫ് അവർ ഫാമിലീസ് ഡിസിഷൻ ബിക്കം പെയിൻഫുള്ളി ക്ലിയർ. ഇനി കുട്ടിയെ അവർ ഇതുപോലെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നു. ആദ്യത്തെ ദിവസം തന്നെ വളരെ വേദനാജനകമായിട്ടുള്ള അനുഭവമാണ് അവിടെ കുട്ടിക്ക് ഉണ്ടാവുന്നത്. കാരണം അവിടെ ടീച്ചർ എന്തൊക്കെയോ പറയുന്നു, കൂടെയുള്ള ആളുകൾ കുട്ടികളൊക്കെ എന്തൊക്കെയോ പറയുന്നു, ഈ കുട്ടിക്ക് ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ വളരെ ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള വളരെ നമുക്ക് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ കുട്ടിക്ക് അവിടെ ഉണ്ടാവുന്നത്. ഷീ സ്റ്റാൻഡ്സ് ഐസൊലേറ്റഡ് ആൻഡ് അണേബിൾ ടു ഫോളോ ദി ഇന്ററാക്ഷൻസ് അറൌണ്ട് ഹെർ, ഹൈലൈറ്റിംഗ് ദി പ്രൊഫൗണ്ട് ലോൺലിനെസ് ഷീ ഫേസസ് വിതൗട്ട് ദ സപ്പോർട്ട് ഓഫ് സൈൻ ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് ഇങ്ങനെ പൂർണ്ണമായും ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ ആ കുട്ടി എത്തുകയാണ്. അവർക്ക് ബാക്കിയുള്ള ആളുകൾ പറയുന്നതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ ഇങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ട് കുട്ടി ആ സ്കൂളിൽ നിൽക്കുകയാണ്. ഇൻ എ പോയിഗ്നന്റ് ഫെയർവെൽ, ലിബി സൈൻസ് ഐ ലവ് യു ടു ജോവാൻ, ഹു റെസ്പോൺസ് ടിയർഫുള്ളി. അങ്ങനെ ഈ കുട്ടിയെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ജോവാൻ, ഈ കുട്ടിക്ക് കെയർ ചെയ്തിരുന്ന സോഷ്യൽ വർക്കർ, ആ സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ സ്കൂളിന്റെ ഗേറ്റിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ആ കുട്ടിയെ നോക്കുകയാണ്. ആ കുട്ടി ഈ സൈൻ ലാംഗ്വേജിലൂടെ ഐ ലവ് യു എന്ന് ജോവാനോട് പറയുന്നു. ജോവാൻ തിരിച്ചും ഇതുപോലെ കരഞ്ഞുകൊണ്ട് ആ കുട്ടിയോട് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ദെൻ ദ ഫിലിം കൺക്ലൂഡ്സ് വിത്ത് എ പവർഫുൾ മെസ്സേജ് emphasizing the importance of inclusivity and proper support for deaf children to help them achieve their full potential. ഒരു സന്ദേശത്തോട് കൂടിയിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ആവശ്യമാണ്. അവരെല്ലാവരും തന്നെ അവരുടെ പാരൻസിന് ഇതുപോലെ കേൾവി ഉണ്ടായിരിക്കും, അവരുടെ സ്കൂളിലുള്ള ആളുകൾക്ക് ഇതുപോലെ കേൾവി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അവരെ കൂടി ഈ ഒരു സാമൂഹിക ജീവിതത്തിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു സന്ദേശത്തോട് കൂടിയിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ സൈലന്റ് ചൈൽഡ്? ഈ സിനിമയുടെ പ്രധാനപ്പെട്ട തീം എന്താണ്? ദ സെൻട്രൽ തീം ഓഫ് ദ സൈലന്റ് ചൈൽഡ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻക്ലൂഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രാധാന്യവും അതുപോലെ തന്നെ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന സപ്പോർട്ടിന്റെ പ്രാധാന്യവുമാണ് ഈ ഒരു സിനിമയുടെ തീമായിട്ട് നമ്മൾ കാണുന്നത്. It emphasizes the impact of neglect and societal attitudes on a child's ability to thrive. അപ്പോൾ ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അത് ആ കുട്ടിയുടെ ഭാവി തന്നെ ഇല്ലാതാക്കും എന്നുള്ള ഒരു ചിത്രമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. Who is the social worker in the film and what role does she play? ഇനി ഈ ഫിലിമിലെ സോഷ്യൽ വർക്കർ ആരാണ്, എന്താണ് അവരുടെ റോൾ? ജോവാൻ, പോർട്രേഡ് ബൈ റേച്ചൽ ഷെന്റൺ, is a social worker who teaches Libby British Sign Language. ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ള റേച്ചൽ ഷെന്റൺ ആണ് ജോവാൻ എന്ന സോഷ്യൽ വർക്കറിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സോഷ്യൽ വർക്കറാണ് ലിബിയെ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്. ഷീ ബിക്കംസ് എ സോഴ്സ് ഓഫ് സപ്പോർട്ട് ആൻഡ് എംപവർമെന്റ് ഫോർ ലിബി, ഹെൽപ്പിംഗ് ഹെർ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഡെവലപ്പ് ഡിസ്പൈറ്റ് ഹെർ ഫാമിലീസ് നെഗ്ലെക്ട്. ഇനി ആ വീട്ടുകാരെ അവഗണിക്കുന്ന ആ കുട്ടിക്ക് ഒരു സപ്പോർട്ട് ആവുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയെല്ലാം ചെയ്യുന്നത് ഈ സോഷ്യൽ വർക്കറുടെ ക്യാരക്ടറാണ്.
വാട്ട് സിഗ്നിഫിക്കൻറ്റ് പേഴ്സണൽ കണക്ഷൻ ഡസ് റേച്ചൽ ഷെൻഡൻ ഹാവ് ടു ദ ഫിലിം? ഇനി ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുകയും ഇതിലെ സോഷ്യൽ വർക്കറുടെ റോള് അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള റേച്ചൽ ഷെൻഡന് ഈ സിനിമയുമായിട്ടുള്ള പേഴ്സണൽ കണക്ഷൻ എന്താണ്? റേച്ചൽ ഷെൻഡൻ, who wrote the film and portrays Joanne, was inspired by her personal experience growing up with a father who became profoundly deaf. അപ്പോൾ ഇവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അവരിവിടെ അവതരിപ്പിക്കുന്നത്. ഇവർക്ക് 12 വയസ്സാവുന്ന സമയത്ത് ഒരു അപകടം പറ്റിക്കൊണ്ട് ഇവരുടെ ഫാദറിന്റെ കേൾവി നഷ്ടപ്പെടുകയും അങ്ങനെ ഫാദറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവര് ചെറുപ്പത്തിൽ തന്നെ സൈൻ ലാംഗ്വേജ് പഠിക്കുകയും ചെയ്തിരുന്നു. Her advocacy for deaf awareness stems from this connection. അപ്പൊ അത്തരത്തിൽ തന്റെ ഫാദറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവള് ഈ സൈൻ ലാംഗ്വേജ് പഠിച്ചിരുന്നു. അപ്പോൾ അതുപോലുള്ള ഒരു സപ്പോർട്ട് മറ്റുള്ളവർക്കും ലഭിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഒരു സിനിമയിലൂടെ അവർ അവതരിപ്പിക്കുന്നത്. വാട്ട് ചലഞ്ച് ഡസ് ലിബി ഫേസ് ഇൻ ഹെർ ഫാമിലി ലൈഫ്? ഇനി ആ കുട്ടിക്ക് വീട്ടിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ലിബി ഫേസസ് ഇമോഷണൽ നെഗ്ലക്ട് ആൻഡ് ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം ഹെർ ഫാമിലി who do not make an effort to learn sign language. ഈ കുട്ടിക്ക് വീട്ടിൽ നിന്ന് അവഗണനയാണ് നേരിടേണ്ടി വരുന്നത്. അതുപോലെ തന്നെ യാതൊരു സപ്പോർട്ടും കുട്ടിക്ക് വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയാവുന്നത് ഈ കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈൻ ലാംഗ്വേജ് പഠിക്കാൻ എന്നുള്ളൊരു താല്പര്യം ആ വീട്ടിൽ ആരും തന്നെ കാണിക്കുന്നില്ല. The reliance on lip reading leaves her isolated and unable to communicate effectively. അപ്പോൾ ഈ കുട്ടി ലിപ്പ് റീഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരിയ്ക്കുകയാണ്. ഇത് കാരണം കൊണ്ട് തന്നെ കുട്ടിക്ക് ആരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത വല്ലാത്തൊരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഹൗ ഡസ് ജോവാൻസ് അപ്രോച്ച് ടു ലിബി ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ഹർ ഫാമിലി? ഇനി സോഷ്യൽ വർക്കർ ജോവാന്റെ ഒരു സമീപനം അവളുടെ വീട്ടുകാരുടെ സമീപനത്തിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ജോവാൻ പ്രയോറിറ്റൈസസ് ലിബീസ് നീഡ് ഫോർ മീനിങ് കമ്മ്യൂണിക്കേഷൻ ത്രൂ BSL. ഈ കുട്ടി സൈൻ ലാംഗ്വേജ് പഠിച്ചാലാണ് കുട്ടിക്ക് മീനിങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ജോവാൻ കരുതുന്നത്. ഷീ റെക്കഗ്നൈസസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഫോർ ഹെർ ഡെവലപ്മെന്റ് ആൻഡ് ഇൻഡിപെൻഡൻസ്. ഈ കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യാനും സൈൻ ലാംഗ്വേജ് പഠിക്കേണ്ടത് ആവശ്യമാണെന്ന് ജോവാൻ തിരിച്ചറിയുന്നുണ്ട്. ഇൻ കോൺട്രാസ്റ്റ്, ലിബീസ് ഫാമിലി റിമെയിൻസ് ഡിസ്മിസീവ് ആൻഡ് അൺവില്ലിംഗ് ടു അക്കോമഡേറ്റ് ഹെർ നീഡ്സ്, ഇൻസിസ്റ്റിംഗ് ഓൺ ലിപ്പ് റീഡിംഗ്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് കുട്ടിയുടെ വീട്ടുകാരാണെങ്കിൽ ഈ ഒരു ആവശ്യം അംഗീകരിക്കുന്നില്ല. ഈ കുട്ടി ലിപ്പ് റീഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കിക്കോളും എന്നുള്ളൊരു സമീപനമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഈ കുട്ടിയുടെ വീട്ടുകാർ കൊടുക്കുന്നില്ല. വാട്ട് ഇസ് ദ ഫിലിംസ് എൻഡിങ് കൺവേ അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ഡെഫ് ചിൽഡ്രൻ? ഇനി കേൾവിയില്ലാത്ത കുട്ടികളുടെ ഭാവിയെ കുറിച്ചിട്ട് ഈ സിനിമയുടെ അവസാനത്തിൽ എന്താണ് പറയുന്നത്? The film's ending conveys that without proper support and communication tools, deaf children like Libby face a future of isolation and unfulfilled potential. അപ്പോൾ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ ലിബിയെ പോലെ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരിക്കും ഇവർക്ക് മുന്നിലുണ്ടായിരിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ സിനിമയുടെ അവസാനത്തിൽ പറയുന്നത്. It stresses the need for societal change and inclusion to ensure their success. അപ്പോൾ ഇവർക്ക് സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനെല്ലാം കൃത്യമായിട്ടുള്ള പിന്തുണ വേണം എന്നുള്ളൊരു സന്ദേശമാണ് ഈ സിനിമയുടെ അവസാനത്തിൽ പറയുന്നത്. ഹൗ ഡസ് ദ ഫിലിം ദ സൈലന്റ് ചൈൽഡ് അഡ്രസ് ദ തീം ഓഫ് സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ഡെഫ്നെസ്? ഇനി ഡെഫ്നെസ്സിനോടുള്ള സമൂഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഈ സിനിമയ്ക്കകത്ത് അഡ്രസ് ചെയ്തിരിക്കുന്നത്? The film critiques the societal attitudes that marginalize deaf individuals by highlighting Libby's isolation and her family's ignorance. അപ്പോൾ ഇതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുന്ന സമൂഹത്തിന്റെ മനോഭാവത്തെ ലിബിയുടെ വീട്ടുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. It advocates for greater awareness, inclusion and support for deaf children to overcome these challenges. അപ്പോൾ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു പിന്തുണയും അവയർനെസ്സും എല്ലാം ആവശ്യമുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് ഈ സിനിമയ്ക്കകത്ത് പങ്കുവയ്ക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ഇൻ ദ സൈലന്റ് ചൈൽഡ്. ഇനി ഈ ഒരു ഫിലിമിനകത്ത് സൈൻ ലാംഗ്വേജിന്റെ ഒരു പ്രാധാന്യം എന്താണ്? BSL acts as a transformative tool that enables Libby to break free from her isolation and communicate effectively. അപ്പോൾ ഈ ഫിലിമിനകത്ത് നമ്മൾ കാണുന്നത് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഈ കുട്ടി
ഈ ജോവാൻ വന്നതിന് ശേഷം സൈൻ ലാംഗ്വേജ് പഠിക്കുമ്പോഴാണ് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവൾക്ക് മുന്നിൽ തുറന്നു വരുന്നത്. ഇറ്റ് empowers ലിബി ടു എക്സ്പ്രസ് her ഇമോഷൻസ് ആൻഡ് തോട്ട്സ്, ഫോസ്റ്ററിംഗ് her കോൺഫിഡൻസ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. അങ്ങനെ ജോവാൻ വന്നതിന് ശേഷമാണ് അവളുടെ ഇമോഷൻസും തോട്ട്സും എല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം അവൾക്ക് ലഭിക്കുന്നതായിട്ട് നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണുന്നത്. The film uses BSL to highlight the importance of accessible communication methods for deaf individuals. അങ്ങനെ ഈ ഡെഫ് ആയിട്ടുള്ള ആളുകൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ടൂൾ എന്നുള്ള രീതിയിലാണ് ഈ സൈൻ ലാംഗ്വേജിനെ ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. BSL symbolizes inclusion and connection, as in the strong bond between ജോവാൻ ആൻഡ് ലിബി. ഇനി ഈ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവരെ സമൂഹത്തിനകത്ത് ഉൾക്കൊള്ളുന്നതിന്റെയും അതുപോലെ ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്നതിന്റെയും ഒരു സിമ്പലായിട്ടാണ് ലിബിയും ഇവരുടെ കൂടെയുള്ളായിരുന്ന സോഷ്യൽ വർക്കർ ജോവാനും തമ്മിലുണ്ടാവുന്ന ആ ഒരു അടുപ്പം അത്തരത്തിലാണ് നമ്മൾ കാണുന്നത്. The lack of effort by Libby's family to learn BSL underscores societal neglect of deaf individuals' needs. അപ്പോൾ ഈ കുട്ടിയുടെ വീട്ടുകാരെ ഈ സൈൻ ലാംഗ്വേജിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അവിടെ ഈ സമൂഹത്തിന്റെ ഈ ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ് ആവിഷ്കരിക്കപ്പെടുന്നത്. ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് ജോവാൻസ് ഇൻവോൾവ്മെന്റ് ഓൺ ലിബീസ് ലൈഫ്. ഇനി ഈ കുട്ടിയുടെ ജീവിതത്തിൽ സോഷ്യൽ വർക്കർ ജോവാൻ കൊണ്ടുവരുന്ന മാറ്റത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ജോവാൻ ഇൻട്രൊഡ്യൂസസ് BSL ടു ലിബി, പ്രൊവൈഡിങ് ഹെർ വിത്ത് എ പവർഫുൾ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതുവരെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ആ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് സൈൻ ലാംഗ്വേജ് അവതരിപ്പിക്കുന്നത് ജോവാനാണ്. ഷീ ഫോസ്റ്റേഴ്സ് എ നർച്ചറിംഗ് റിലേഷൻഷിപ്പ്, ഗിവിംഗ് ലിബി ദി ഇമോഷണൽ സപ്പോർട്ട് ഹെർ ഫാമിലി ഫെയിൽസ് ടു പ്രൊവൈഡ്. ഇതുകൂടാതെ ആ കുട്ടിയുമായിട്ട് ഒരു കണക്ഷൻ ജോവാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് എല്ലാം തന്നെ ജോവാൻ കൊടുക്കുന്നു. കുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് പോലും കുട്ടിക്ക് ലഭിക്കാതിരുന്ന കാര്യങ്ങളാണ് അത്. ത്രൂ ആക്ടിവിറ്റീസ് ലൈക്ക് പ്ലേയിങ് ഗെയിംസ് ആൻഡ് ഗോയിങ് ടു ദ പാർക്ക്, ജോവാൻ ക്രിയേറ്റ്സ് ജോയ്ഫുൾ മൊമെന്റ്സ് ഫോർ ലിബി വൈൽ ടീച്ചിങ് ഹെർ. ഇനി ഈ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുക മാത്രമല്ല ജോവാൻ ചെയ്യുന്നത്, ഈ കുട്ടിയുടെ കൂടെ കളിക്കുകയും അതുപോലെ കുട്ടിയെ കൊണ്ട് പാർക്കിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും സന്തോഷവും എല്ലാം കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ജോവാനെ നമ്മൾ കാണുന്നത്. ജോവാൻ അഡ്വക്കേറ്റ്സ് ഫോർ ലിബീസ് എഡ്യൂക്കേഷണൽ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ്, ഓഫറിംഗ് ടു ബി ഹെർ ക്ലാസ് റൂം എയ്ഡ്. അപ്പോൾ കുട്ടിക്ക് ഇതുപോലെ സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ കുട്ടിയുടെ വീട്ടുകാരോടും ഈ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടെല്ലാം ജോവാൻ സംസാരിക്കുന്നുണ്ട്. വേണമെങ്കിൽ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇന്റർപ്രിറ്റർ ആയിട്ട് താൻ കൂടെ പോവാമെന്ന് വരെ ജോവാൻ പറയുന്നുണ്ട്. ഹെർ എഫേർട്സ് ഹെൽപ്പ് ലിബി ഗെയിൻ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് എക്സ്പീരിയൻസ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. അപ്പോൾ അതുവരെ ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ കുട്ടിക്ക് ഒരു കണക്ഷൻ ഒക്കെ അനുഭവപ്പെടുന്നത് ജോവാന്റെ വരവോട് കൂടിയിട്ടാണ്. മാത്രമല്ല ജോവാൻ അവൾക്ക് ആവശ്യമായിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ് കൂടി കൊടുക്കുന്നുണ്ട്. ജോവാൻസ് ഇൻവോൾവ്മെന്റ് ഹൈലൈറ്റ്സ് ദ പൊട്ടൻഷ്യൽ ഫോർ പോസിറ്റീവ് ചേഞ്ച് വെൻ പ്രോപ്പർ സപ്പോർട്ട് ഈസ് പ്രൊവൈഡഡ് ഫോർ ഡെഫ് ചിൽഡ്രൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റ് കൂടി ജോവാന്റെ ഈ ഒരു ഇമ്പാക്റ്റിൽ നമ്മൾ കാണുന്നുണ്ട്. How does the Silent Child portray the challenges faced by deaf individuals in mainstream society? ഇനി സമൂഹത്തിനകത്ത് ഡെഫ് ഇൻഡിവിജ്വൽസ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എങ്ങനെയാണ് സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്? The film illustrates the emotional isolation of deaf individuals through Libby's inability to communicate with her family and peers. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് വളരെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് മൂലം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഇറ്റ് ക്രിട്ടിസൈസസ് സൊസൈറ്റൽ ഇഗ്നോറൻസ് ആസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ഫാമിലീസ് ഓവർ റിലയൻസ് ഓൺ ലിപ്പ് റീഡിംഗ് ആൻഡ് റിജക്ഷൻ ഓഫ് BSL. ഇനി സമൂഹത്തിന്റെ ഒരു അറിവില്ലായ്മയെ കുറിച്ചിട്ട് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ വീട്ടുകാര് സൈൻ ലാംഗ്വേജിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് സൈൻ ലാംഗ്വേജ് പഠിക്കാൻ വീട്ടിലുള്ള ആളുകൾ പോലും തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു വെല്ലുവിളി ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ദ സ്കൂൾ സിസ്റ്റംസ് ഫെയിലിയർ ടു അക്കോമഡേറ്റ് ലിബീസ് നീഡ്സ് എക്സംപ്ലിഫൈസ് സിസ്റ്റമിക് നെഗ്ലക്ട്. ഇനി വീട്ടിൽ മാത്രമല്ല സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ആ സ്കൂളിന് കഴിയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ സമൂഹത്തിന്റെ പൊതുവിലുള്ള ഒരു പ്രശ്നമായിട്ട് ഈ സിനിമയ്ക്കകത്തത് അവതരിപ്പിക്കുന്നുണ്ട്. The film highlights the stigma surrounding sign language, with a few fearing it will isolate Libby further. ഇനി ആംഗ്യ ഭാഷയോടുള്ള ഈ സമൂഹത്തിന്റെ ഒരു
തെറ്റിദ്ധാരണ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആംഗ്യഭാഷയൊക്കെ പഠിക്കുകയാണെങ്കിൽ കുട്ടി കൂടുതലായിട്ട് ഒറ്റപ്പെട്ടു പോകും, ലിപ്പ് റീഡിങ് പഠിച്ചാലാണ് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ കഴിയുക എന്നുള്ളൊരു ധാരണയാണ് ഈ കുട്ടിയുടെ അമ്മയും വീട്ടുകാരും പ്രകടിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള സമൂഹത്തിന്റെ ഒരു തെറ്റിദ്ധാരണ ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. Libby's loneliness on her first day of school portrays the exclusion faced by deaf individuals in an accessible society. അപ്പോൾ ഈ കുട്ടി സ്കൂളിൽ ആദ്യത്തെ ദിവസം തന്നെ വലിയ ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ എത്ര വലിയ ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചിത്രം ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നു. The story emphasizes the need for awareness and inclusivity to overcome these challenges. ഈ വെല്ലുവിളികളെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലേക്ക്, ഇവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് സമൂഹം മാറണം എന്നുള്ളൊരു സന്ദേശമാണ് ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നത്. അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സൈലന്റ് ചൈൽഡ്സ് എൻഡിങ് ആൻഡ് ഇറ്റ്സ് മെസ്സേജ് അബൌട്ട് ഡെഫ്നെസ് ആൻഡ് സപ്പോർട്ട്. ഇനി ഈ സിനിമയുടെ എൻഡിങ്ങിന്റെയും ഇതിന്റെ അവസാനം കാണിക്കുന്ന ഒരു സന്ദേശത്തിന്റെയും സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. The ending underscores the emotional toll of neglect, showing Libby's isolation and frustration in her new school environment. ഈ സിനിമയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നത് സ്കൂളിന്റെ ഗേറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ആ കുട്ടിയും ജവാനും നിൽക്കുന്നതാണ്. ആ കുട്ടി സ്കൂളിൽ ഇങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കാത്തത് മൂലമുണ്ടാവുന്ന ആ ഒരു ഒറ്റപ്പെടലിന്റെ ഒരു ചിത്രം ഈ സിനിമയുടെ എൻഡിങ്ങിൽ നമ്മൾ കാണുന്നുണ്ട്. Libby's signing I love you to Joanne demonstrates the profound impact of their bond and BSL on her life. ഇനി ഈ സോഷ്യൽ വർക്കർ ജോവാന്റെ അടുത്ത് ഈ കുട്ടി ഐ ലവ് യു എന്ന് സൈൻ ലാംഗ്വേജിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ ആകെ തന്നെ ആ കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കുട്ടിയെ മനസ്സിലാക്കാനും കുട്ടിക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ജോവാനാണ്. അപ്പോൾ ആ സൈൻ ലാംഗ്വേജിന്റെ ഒരു സാധ്യതയും അതുപോലെ ഇത്തരത്തിൽ സപ്പോർട്ട് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ സിനിമയുടെ എൻഡിങ്ങിൽ നമ്മൾ കാണുന്നു. Joanne's heartbreak and tears highlights the tragedy of denying Libby continued support and the bleak future she faces without it. ഇനി സ്കൂളിന്റെ ഗേറ്റിന് പുറത്ത് ഈ സോഷ്യൽ വർക്കർ ജോവാൻ കരയുന്നതായിട്ടാണ് നമ്മൾ സിനിമയുടെ അവസാനത്തിൽ കാണുന്നത്. കാരണം ഈ ഒരു സ്കൂളിൽ കൃത്യമായിട്ട് സപ്പോർട്ട് ഇല്ലാതെ ആ കുട്ടിക്ക് ഒരു ഭാവിയും ഉണ്ടാവില്ല. ഇതുപോലെ വീണ്ടും ഒറ്റപ്പെട്ടൊരു ജീവിതത്തിലേക്കാണ് ആ കുട്ടി പോകുന്നത് എന്നുള്ളൊരു കാര്യം ആ ഒരു രംഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. The PSA reinforces the importance of proper resources and societal acceptance for deaf children to thrive. ഈ സിനിമയുടെ അവസാനം കാണിക്കുന്ന PSA അല്ലെങ്കിൽ പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ്, അവിടെ കാണിക്കുന്ന ഒരു സന്ദേശം ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് പറയുന്നു. The conclusion serves as a powerful call to action for families and institutions to embrace inclusive practices. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫാമിലീസിനോടും അതുപോലെ തന്നെ സ്കൂൾ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടും എല്ലാം ആവശ്യപ്പെടുന്ന ഒരു സന്ദേശമാണ് ഈ സിനിമയുടെ എൻഡിങ്ങിൽ നമ്മൾ കാണുന്നത്. ഇറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ സിസ്റ്റമിക് ചേഞ്ച്, എംഫസൈസിങ് ദാറ്റ് ഡെഫ് ചിൽഡ്രൻ ക്യാൻ സക്സീഡ് വിത്ത് ദ റൈറ്റ് സപ്പോർട്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു മാറ്റമാണ് ഈ സിനിമയ്ക്കകത്ത് ആവശ്യപ്പെടുന്നത്. കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവർക്കും സമൂഹത്തിൽ മറ്റുള്ള ആളുകളെ പോലെ തന്നെ ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം ഈ സിനിമയുടെ അവസാനത്തിൽ പറഞ്ഞു വെക്കുന്നു. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഇവാലുവേറ്റ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ദ സൈലന്റ് ചൈൽഡ് ഇൻ റൈസിംഗ് അവയർനെസ് അബൌട്ട് ഡെഫ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്. ഇനി ഡെഫ്നെസ്സിനെ കുറിച്ചും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസിനെ കുറിച്ചിട്ടുമുള്ള ഒരു അവയർനെസ് സൃഷ്ടിക്കുന്നതിൽ ഈ സിനിമ എത്രമാത്രം വിജയകരമാണെന്നാണ് ചോദിക്കുന്നത്. The Silent Child is an impactful film that successfully raises awareness about the challenges faced by deaf children, particularly in terms of communication barriers and emotional isolation. അപ്പോൾ ഇത്തരത്തിൽ ഡെഫ് ചിൽഡ്രൻ നേരിടുന്ന ഒറ്റപ്പെടലിനെ കുറിച്ചിട്ടും കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുമുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് കൊടുക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. The film highlights the importance of British Sign Language as a critical communication tool, illustrating how its absence can hinder a deaf child's ability to connect with their family and society. ഇനി സൈൻ ലാംഗ്വേജിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള സന്ദേശം ഈ സിനിമയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈൻ ലാംഗ്വേജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നിന്നും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്നുമെല്ലാം ഇത്തരത്തിൽ ഡെഫ് ചിൽഡ്രൻ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള ഒരു അവയർനെസ് ഈ സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. Through Libby's family, the film emphasizes the harmful effects of ignorance,
showcasing how the family's failure to embrace BSL creates an emotionally and socially isolated environment for her. ഇനി സമൂഹത്തിന്റെ അറിവില്ലായ്മയുടെയും തെറ്റിദ്ധാരണകളുടെയും പരിണിത ഫലങ്ങളെ കുറിച്ചിട്ട് സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. സൈൻ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഈ കുട്ടിയുടെ വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല. അത് വളരെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ കുട്ടിക്ക് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് അവയർനെസ് കൊടുക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. Joanne's character is pivotal in advocating for professional intervention, demonstrating how families can benefit from external support in learning how to better engage with and support their deaf children. ഇനി ഈ സോഷ്യൽ വർക്കർ ജോവാന്റെ ഒരു ക്യാരക്ടർ പ്രൊഫഷണൽ സപ്പോർട്ട് തേടുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ഈ സിനിമയ്ക്ക് അവതരിപ്പിക്കുന്നു. അതായത് ഈ സൈൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള കാര്യം വീട്ടുകാർക്ക് ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കുട്ടിയെ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാനും അതുപോലെ തന്നെ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വീട്ടുകാർക്ക് സൈൻ ലാംഗ്വേജ് പഠിക്കാനുമല്ല ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശം ഈ സിനിമയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. The film's emotional conclusion, paired with the PSA, underscores the urgency of societal change, calling for greater awareness and accessibility for the deaf community. ഇനി വളരെ വൈകാരികമായിട്ടുള്ള ഒരു രംഗത്തോട് കൂടിയിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ അവസാനം ഒരു പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഒരു സന്ദേശം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള അവയർനെസ് സൃഷ്ടിക്കുന്നതിൽ വിജയകരമാണ്. In conclusion, The Silent Child succeeds in raising awareness about deafness by highlighting the importance of BSL, the challenges of isolation, and the need for professional support, while urging societal change through its emotional and thought-provoking message. അപ്പോൾ ഈ സിനിമയിൽ ഈ ഡെഫ് ചിൽഡ്രന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള അവയർനെസ് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നു. അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ കുറിച്ചിട്ടും സൈൻ ലാംഗ്വേജിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും പ്രൊഫഷണൽ സപ്പോർട്ടിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുമെല്ലാം കൃത്യമായിട്ടുള്ള അവയർനെസ് കൊടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. Discuss the portrayal of family dynamics in The Silent Child and how they affect Libby's development. ഇനി ഈ സിനിമയ്ക്കകത്ത് ഈ കുട്ടിയുടെ ഫാമിലി ഡൈനാമിക്സ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്. The film presents a stark portrayal of family dynamics with Libby's mother Sue emotionally detached and dismissive of Libby's needs. അപ്പോൾ വളരെ സങ്കീർണമായിട്ടൊരു ഫാമിലി ഡൈനാമിക്സ് ആണ് ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മ തന്നെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് കെയർ കൊടുക്കുകയോ ചെയ്യാത്തതായിട്ട് നമ്മൾ കാണുന്നു. ഇറ്റ് സിംബലൈസസ് ദ ഡാമേജിങ് എഫക്ട്സ് ഓഫ് പാരന്റൽ നെഗ്ലക്ട് ഓൺ എ ചൈൽഡ്സ് ഡെവലപ്മെന്റ്. അപ്പോൾ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് അവഗണന ഉണ്ടാവുന്നത് കുട്ടികളുടെ ഡെവലപ്മെന്റിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഈ ഒരു ഡൈനാമിക്സിലൂടെ നമ്മൾ കാണുന്നു. The family's reliance on lip reading rather than learning BSL reveals a lack of effort to understand and address Libby's unique needs, which limits her emotional and social growth. ഇനി ഈ കുട്ടിയുടെ ഫാമിലിയിലുള്ള ആളുകൾ പറയുന്നത് ഈ കുട്ടി ലിപ്പ് റീഡിങ് പഠിച്ചോട്ടെ എന്നാണ്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സൈൻ ലാംഗ്വേജ് പഠിക്കാനുള്ള എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ അത്തരത്തിൽ അവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഡൈനാമിക് കൂടി നമ്മൾ അവിടെ കാണുന്നുണ്ട്. The film subtly explores deeper familial tensions through the revelation of Libby's illegitimacy and her biological grandfather's deafness, suggesting underlying stigma and societal pressures within the family. ഇനി ഈ കുട്ടിയുടെ ഫാമിലിയിൽ വീണ്ടും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു അവിഹിത ബന്ധത്തിലുണ്ടായിട്ടുള്ള കുട്ടി എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തതും അത്തരം ഒരു കാരണം കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. The family's low expectations for Libby's future further illustrate the broader societal tendency to underestimate individuals with disabilities, reinforcing the limitations placed on Libby by her own family. ഇതുകൂടാതെ ഈ കുട്ടിയിൽ നിന്ന് ഇവർ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ഈ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കുട്ടിയുടെ ഗ്രാൻഡ് മദർ ഈ സോഷ്യൽ വർക്കർ ജോവാന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ കുട്ടി വളർന്ന് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു കഴിവും ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഇവർ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കെയർ കൊടുക്കുകയും മറ്റും ചെയ്യാത്തത്. These dynamics create an emotionally stifling environment, leaving Libby dependent on external support to access opportunities for growth and development.
അപ്പോൾ ഇത്തരത്തിൽ വൈകാരികമായി തകർക്കുന്ന ഒരു ഫാമിലി ഡൈനാമിക്സ് ആണ് ലിബിയെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത്. ഫാമിലിയുടെ പുറത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് മാത്രമാണ് ആ കുട്ടിക്ക് ആ ഒരു ആശ്രയമായിട്ട് വരുന്നത്. ഇൻ കൺക്ലൂഷൻ, the portrayal of family dynamics in The Silent Child reveals how neglect, resistance to change, and low expectations can negatively impact a deaf child's development. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഫാമിലി ഡൈനാമിക്സിലൂടെ നമ്മൾ കാണുന്നത് ഈ അവഗണന, അതുപോലെ തന്നെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ മാറാൻ തയ്യാറാവാതിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഡെവലപ്മെന്റിനെ ഏത് രീതിയിൽ ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഇറ്റ് ഹൈലൈറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എ സപ്പോർട്ടീവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി എൻവയോൺമെന്റ്. അപ്പോൾ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫാമിലി എൻവയോൺമെന്റിന്റെ പ്രാധാന്യം എത്രമാത്രമാണ് എന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു ഫാമിലി ഡൈനാമിക്സിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ റോൾ ഓഫ് സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡ്സ് ഇൻ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ലിബി ഇൻ ദ സൈലന്റ് ചൈൽഡ്. ഇനി ഈ സിനിമയ്ക്കകത്ത് ഈ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ സമൂഹത്തിന്റെ മനോഭാവം വഹിക്കുന്ന പങ്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ദ ചലഞ്ചസ് ലിബി ഫേസസ്. ഈ കുട്ടി നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു കാരണമായിട്ട് വരുന്നത് സമൂഹത്തിന്റെ മനോഭാവമാണ്. ബിഗിനിങ് വിത്ത് her family's unwillingness to learn BSL, which reflects a broader societal failure to prioritize the communication needs of deaf individuals. ഈ കുട്ടിയുടെ വീട്ടുകാർ തന്നെ സൈൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നില്ല. അപ്പൊ അത്തരത്തിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്താഗതി സമൂഹത്തിന് ഇല്ലാത്ത ഒരു അവസ്ഥ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്. The school system's failure to accommodate Libby's deafness further exemplifies societal neglect. ഇനി കുട്ടിയുടെ വീട്ടിൽ മാത്രമല്ല സ്കൂളിലും ഇത്തരത്തിലുള്ള ഒരു അവഗണന തന്നെയാണ് കുട്ടിക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അവിടെയും സമൂഹത്തിന്റെ മനോഭാവത്തിന്റെ പ്രശ്നമാണ് കുട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. As mainstream educational settings are often ill-equipped to support the needs of deaf children, leaving them isolated and excluded. അപ്പോൾ ഇത്തരത്തിലുള്ള മുഖ്യധാര സ്കൂളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇടങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് സമൂഹത്തിന്റെ മനോഭാവത്തിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത്. The family's belief in lip reading as a sufficient communication tool reflects a societal misconception that deafness can be overcome without the need for sign language. ഇനി ഈ കുട്ടിയുടെ വീട്ടുകാര് ഈ കുട്ടി ലിപ് റീഡ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോട്ടെ എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സൈൻ ലാംഗ്വേജിന്റെ ഒരു പ്രാധാന്യം സമൂഹം മനസ്സിലാക്കുന്നില്ല എന്നുള്ള മനോഭാവത്തിന്റെ പ്രശ്നം ഇങ്ങനെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഇറ്റ് ലിമിറ്റ്സ് ദി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഡെഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഡെഫ് ഇൻഡിവിജ്വൽസ് ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് നേരിടുന്നത് എന്നുള്ളത് സമൂഹത്തിന് ഒരു അവബോധമില്ല എന്നുള്ളൊരു കാര്യം അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. Joanne's advocacy for Libby's needs highlights a lack of systemic support available to families of deaf children. ഇനി ജോവാൻ എന്ന സോഷ്യൽ വർക്കറാണ് ഈ കുട്ടിക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് പോലും അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ആ കുട്ടിക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സംവിധാനങ്ങളുടെ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള കുറവുകളുള്ളത് ഇവിടെ ചിത്രീകരിക്കുന്നു. It demonstrates how individual efforts are often required to fill the gap left by broader societal neglect. അപ്പോൾ ജോവാനെ പോലുള്ള വ്യക്തികൾ ഇതുപോലെ മുൻകൈ എടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിന്റെ അവഗണന മറികടക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നു. By depicting Libby's struggle and the family's denial, The Silent Child emphasizes the need for greater education and awareness around inclusivity, especially regarding the communication needs of deaf individuals. അപ്പോൾ ഈ കുട്ടിയുടെ ഈ പ്രയാസങ്ങളും അതുപോലെ തന്നെ കുട്ടിയുടെ വീട്ടുകാരുടെ ഒരു അവയർനെസ് ഇല്ലായ്മയും കാണിക്കുന്നതിലൂടെ സമൂഹത്തിന്റെ മനോഭാവം എത്രമാത്രം ഇവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഇത്തരത്തിലൊരു അവയർനെസ് സമൂഹത്തിൽ എത്രമാത്രം ആവശ്യമാണെന്നുള്ള കാര്യവും ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇൻ കൺക്ലൂഷൻ, The Silent Child sheds light on how societal attitudes toward deafness, such as neglect, misunderstanding, and stigma, create significant barriers for deaf individuals, urging a shift toward more inclusive and supportive practices in society. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണുന്നത് സമൂഹത്തിന്റെ മനോഭാവങ്ങൾ, പ്രത്യേകിച്ചും ഇവരുടെ ആവശ്യങ്ങളെക്കുറിച്ചോ ഇവർക്ക് സപ്പോർട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ സൈൻ ലാംഗ്വേജിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത സമൂഹത്തിന്റെ മനോഭാവങ്ങളാണ് ഇവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളതും ഇവർക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് നൽകണം എന്നുള്ളൊരു അവയർനെസ്സും സന്ദേശവുമാണ് ഈ സിനിമയിൽ പങ്കുവയ്ക്കുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.